ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് ക്യാരറ്റ് കിട്ടിയിട്ടുണ്ടായി. ഞാൻ ആലോചിക്കുന്നുണ്ടായിന് എന്താക്കുന്നപ്പം. ഇത് കറി വെച്ചെങ്കും പിള്ളേർ തിന്നുന്നില്ല. പിന്നെ എന്താക്കണ്ടേന്ന് വിചാരിച്ചിട്ട് നമുക്ക് പുഡിങ് ആക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ കുറച്ച് ചൈന ഗ്രാസും ഉണ്ടായിന്. അതിനെ മെൽറ്റാക്കിയിട്ട് പിന്നെ കുറച്ച് പാലും പിന്നെ ഈ ക്യാരറ്റെല്ലാം വേവിച്ചിട്ട് പഞ്ചസാരയും എല്ലാം ഇട്ടിട്ടായിട്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഒരു പാത്രത്തിൽ കൂട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാവട്ടെ വിചാരിച്ച്. അങ്ങനെ അതവിടെ വെച്ച് പിന്നെ ഉച്ചത്തെ പരിപാടി നോക്കണ്ടേ. അപ്പോൾ ഉച്ചക്ക് കറി എന്തും ഉണ്ടാക്കണ്ടേ. അങ്ങനെ എന്തും ഉണ്ടാകാൻ നോക്കിയപ്പോൾ കുറച്ച് പച്ചക്കറി ഉണ്ടായിന് ഫ്രിഡ്ജിൽ. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് കട്ടാക്കിയിട്ട് പിന്നെ കടുവെല്ലാം പൊട്ടിച്ചിട്ട് അത് കുക്കറിൽ വേകാൻ വെച്ച്. അതിൻ്റെ ഒന്നിച്ച് കുറച്ച് പരിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിപ്പും പിന്നെ വെള്ളരിക്കാവും എല്ലാം ഇട്ടിട്ട് കുറച്ച് തേങ്ങ അരച്ച് ഇട്ടിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കി. അങ്ങനെ പിന്നെ ഒരു മീൻ ഉണ്ടായിന് ഫ്രിഡ്ജിൽ, കുറേ ദിവസമായി ഇങ്ങനെ നോക്കുന്ന മീൻ. അങ്ങനെ പിന്നെ അതിനെടുത്തിട്ട് ഫ്രൈ ആവാൻ വെച്ച്. അങ്ങനെ നമുക്ക് ഉച്ചക്ക് പരിപ്പ് കറിയും പിന്നെ മീൻ ഫ്രൈയും എല്ലാം കൂട്ടിയിട്ട് ഞാനും പിള്ളേരെല്ലാം നല്ല പാങ്ങല ചോറ് വെച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. മീൻ അതിൽ പോയതെന്ന് പറഞ്ഞിട്ട് അത്ര പാണ്ടായിന് മീൻ. ഇടിയോടെ ഫ്രൈ ആക്കിയിട്ട് നമുക്ക് നല്ല ടേസ്റ്റ് ഇല്ലല്ലേ. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റ് ഇങ്ങനെ ബാക്കിയാവും. ഇത് അങ്ങനെ ഒന്നായിട്ട അങ്ങനെ ഫുള്ള് എടുത്തിട്ട് ഞാനും എൻ്റെ മോളും തന്ന് തീർത്ത്. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ചോറ് വയ്ക്കലെല്ലാം കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് എന്തുണ്ടാക്കാം, ഒരു സ്വീറ്റ് എന്തെങ്കിലും തിന്നാൻ വിചാരിച്ച്. അങ്ങനെ സ്വീറ്റ് തിന്നാൻ നോക്കുമ്പോൾ ഒരു ഐസ്ക്രീം ഉണ്ടായിരുന്നു. അങ്ങനെ അതെടുത്ത് തിന്നിട്ടായിട്ട് പിന്നെ ഞാൻ വൈകുന്നേരത്തേക്ക് മക്രോണി ആക്കാൻ വിചാരിച്ച്. അങ്ങനെ മക്രോണിക്ക് മസാല എല്ലാം റെഡിയാക്കി മക്രോണി എല്ലാം വേവിച്ചിട്ട് ഇത് സെറ്റാക്കി. അങ്ങനെ നമ്മളെ അടിപൊളി മക്രോണി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാനും പിള്ളേരെല്ലാം എടുത്തിട്ട് മക്രോണി എല്ലാം തിന്ന്. പിന്നെ പിള്ളേർക്കെല്ലാം ഇങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമല്ല. അങ്ങനെ പിന്നെ ഇതെല്ലാം തിന്നിട്ടായിട്ട് വലിയ ഇതുണ്ടായിന്. അത് ക്യാരറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിന്. അങ്ങനെ അതിനെടുത്തിട്ട് ഞാനും പിള്ളേരും എല്ലാവരും കൂടിയിട്ട് അതിന് ടേസ്റ്റ് നോക്കി. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാഷ് കൂടി ആക്കിയിട്ട് ഇട്ടിനാഞ്ഞ്. അതാണ് ഇങ്ങനൊരു ഡോട്ട് പോലെ കാണാം. വലിയ സെറ്റൊന്നും ആയിട്ട് എന്തെന്നറിയില്ല. അങ്ങനെ പിള്ളേർക്കെല്ലാം കൊടുത്ത് അങ്ങനെ